മോർണിംഗ്, വെൽക്കം ടു എ ഡ്രീം ക്ലാസ്സസ്. ഇന്ന് നമ്മൾ പുതിയ ബുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയ സബ്ജക്റ്റാണ് യൂത്ത്, ജെൻഡർ ആൻഡ് ഐഡൻറ്റിറ്റി. അപ്പോൾ അതിൽ എന്താണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? കോൺസെപ്റ്റ് ഓഫ് യൂത്ത്. വാട്ട് ഈസ് യൂത്ത്? യൂത്ത് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നോക്കാം അതിൻ്റെ എറ്റിമോളജിക്കൽ ഡിറൈവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂത്ത് എന്ന് പറയുന്ന ആ ഒരു വേർഡ് എന്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, ഏത് വേർഡിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതിൽ രണ്ട് കോൺസെപ്റ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് ജിയോങ്, ഇത് ജിയോങ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ജിയോങ് ഓൾഡ് ഇംഗ്ലീഷ് വേർഡാണ്. അതായത് ഈ ഒരു യൂത്ത് എന്ന് പറയുന്ന വേർഡ് അതിൻ്റെ എറ്റിമോളജിക്കൽ ഡിറൈവേഷൻ വരുന്നത് ജിയോങ് എന്ന് പറയുന്ന ഓൾഡ് ഇംഗ്ലീഷ് വേർഡിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ജിയോങ് എന്ന് പറയുന്ന ഓൾഡ് ഇംഗ്ലീഷ് വേർഡിൻ്റെ മീനിങ് എന്താണ്? ന്യൂ, ഫ്രഷ്, യങ്, യൂത്ത്ഫുൾ. ന്യൂ എന്നും ഫ്രഷ് എന്നും യങ് എന്നും യൂത്ത്ഫുൾ എന്നും മീനിങ് ആണ് എന്തിന് വരുന്നത്? ജിയോങ് എന്ന് പറയുന്ന വേർഡിന് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ഫസ്റ്റ് എറ്റിമോളജിക്കൽ ഡിറൈവേഷൻ പറയുന്നത് എന്താണ്? ജിയോങ് എന്ന് പറയുന്ന ഓൾഡ് ഇംഗ്ലീഷ് വേർഡിൽ നിന്നാണ്. സെക്കൻഡ് പറയുന്നത് സാൻസ്ക്രിറ്റ് വേർഡായിട്ടുള്ള യുവാനിൽ നിന്നുമാണ് യൂത്ത് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള മറ്റൊരു കോൺസെപ്റ്റും ഉണ്ട്. അപ്പോൾ നോക്കുക, യുവാൻ എന്ന് പറയുമ്പോഴെന്താണ് മീനിങ്? യൂത്ത് ഓഫ് യങ് മാൻ. യൂത്ത് അല്ലെങ്കിൽ യങ് മാൻ എന്നുള്ളതാണ് യുവാൻ എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൻ്റെ മീനിങ്. അപ്പോൾ ഇതാണ് എറ്റിമോളജിക്കൽ ഡിറൈവേഷൻ, യൂത്ത് എന്ന് പറയുന്നതിൻ്റെ എറ്റിമോളജിക്കൽ ഡിറൈവേഷൻ. ദെൻ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി ഈ ഒരു യൂത്തിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ബീയിങ് യങ്, ഏർലി പാർട്ട് ഓഫ് ലൈഫ്, എസ്പെഷ്യലി അഡോളസൻസ്. അതായത് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി യൂത്തിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? യങ് പീപ്പിൾ അല്ലെ. ബീയിങ് യങ് എന്താണ്? വളരെ യങ് ആയിട്ടുള്ള ഏർലി പാർട്ട് ഓഫ് ലൈഫ്. യൂത്ത് എന്ന് പറയുമ്പോൾ ഏർലി പാർട്ട് ഓഫ് ലൈഫാണ്. എസ്പെഷ്യലി അഡോളസൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കൗമാര കാലഘട്ടമാണ്. അപ്പോൾ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. എന്താണ്? ബീയിങ് യങ്, ഏർലി പാർട്ട് ഓഫ് ലൈഫ്, എസ്പെഷ്യലി അഡോളസൻസ് എന്നാണ് എന്തിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? യൂത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എറ്റിമോളജിക്കൽ ഡിറൈവേഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ ആരാണ് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്? ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ് ഈ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. ദെൻ നോക്കാം, ഇറ്റ്സ് എ പീരിയഡ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. ചൈൽഡ്ഹുഡിനും അഡൾട്ട്ഹുഡിനും ഇടയ്ക്കുള്ള ഒരു പീരിയഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു യൂത്ത് അല്ലെങ്കിൽ യൂത്ത് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് എ പീരിയഡ് ഓഫ് ട്രാൻസിഷൻ, ഗെറ്റിംഗ് വർക്ക്, സ്റ്റാർട്ടിംഗ് ഫാമിലീസ് ആൻഡ് ബിക്കംസ് പ്രൊഡക്റ്റീവ് സിറ്റിസൺസ്. ചൈൽഡ്ഹുഡിനും അഡൾട്ട്ഹുഡിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമാണ് എന്ത്? യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ട്രാൻസിഷൻസ്, ഒരുപാട് ഈ ഒരു യങ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന്, അതായത് ഈ ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡാണ്. അപ്പോൾ അവിടെ മറ്റു കുറേ ട്രാൻസിഷൻസ് അവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഗെറ്റിംഗ് വർക്ക് അല്ലെ. ഈ ഒരു അഡൾട്ട്ഹുഡിൽ എത്തണമെങ്കിൽ, ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്ക് എത്തണമെങ്കിൽ എന്താണ്? ഗെറ്റിംഗ് വർക്ക്, ഒരു ജോലി ഉണ്ടായിരിക്കണം. സ്റ്റാർട്ടിങ് ഫാമിലീസ്, ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ഒരു യങ് ആയിട്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. ആൻഡ് ബിക്കംസ് പ്രൊഡക്റ്റീവ് സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന സമയത്താണ് എന്ത് പറയുന്നത്? നമ്മളെയൊക്കെ പ്രൊഡക്റ്റീവ് സിറ്റിസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ, ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡിൽ വരുന്ന ട്രാൻസിഷൻസ് എന്തൊക്കെയാണ്? ഗെറ്റിംഗ് വർക്ക്, ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ്. യങ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ ചൈൽഡ്ഹുഡ് കഴിയുന്ന സമയത്ത് എന്താണ്? നമ്മൾ എഡ്യൂക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, നമുക്കൊരു ജോബ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് ട്രാൻസിഷൻ ആയിട്ട് വരുന്നത്. ദെൻ സെറ്റപ്പ് ഫാമിലി സെറ്റപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് സിറ്റിസൺസ് ആയിട്ട് നമ്മൾ മാറും. ദെൻ നോക്കുക, ഏജ്. ഈ ഒരു യൂത്തിൻ്റെ ഏജ് പറയുന്നത് എന്താണ്? പല ഏജ് ആയിട്ട് ഈ ഒരു യൂത്തിനെ പറയുന്നുണ്ട്. അതിൽ യുണൈറ്റഡ് നാഷൻസ് പറയുന്നത് പീപ്പിൾ ബിലോങ് ടു ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 24 ഇയേഴ്സ്. 15നും 24നും ഇടയിലുള്ള ആളുകളെയാണ് യൂത്ത് എന്ന് പറയുന്നത്. ആരാണത് പറയുന്നത്? യുണൈറ്റഡ് നാഷൻസ് ആണ് പറയുന്നത്. യുണൈറ്റഡ് നാഷൻസിനെ സംബന്ധിച്ചിടത്തോളം 15 to 24 ഇയേഴ്സ്, 15നും 24നും ഇടയിലുള്ള ആളുകളാണ് യൂത്ത്. ദെൻ നെക്സ്റ്റ് നോക്കുക, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 10 to 19 ഇയേഴ്സ് അഡോളസൻസ് ആണ്.
WHO പറയുന്നത് 10 to 19 years, 10 മുതൽ 19 വയസ്സ് വരെ എന്ന് പറയുന്നത് അഡോളസൻസ് പീരീഡ് ആണ്, കൗമാര കാലഘട്ടമാണ്. 15 to 24 years ആണ് യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ യങ് പീപ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു 10 to 24 years യങ് പീപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു WHO കണക്കിൽ 10 to 24 yearsൽ ഏതൊക്കെ കാലഘട്ടം വരുന്നുണ്ട്? അഡോളസൻസ് പീരിയഡ്, ഒരു മനുഷ്യനിലെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിൽ അഡോളസൻസ് പീരിയഡും അതുപോലെ തന്നെ യൂത്തും കടന്നു പോകുന്നത് എപ്പോഴാണ്? 10 to 24 yearsലാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കുക, നാഷണൽ യൂത്ത് പോളിസി ഓഫ് ഇന്ത്യ 2014, 2014 നാഷണൽ യൂത്ത് പോളിസിയെ സംബന്ധിച്ചിടത്തോളം യൂത്ത് എന്ന് പറയുന്നത് എന്താണ്? 15 to 29 years ആണ്. 15 മുതൽ 29 വയസ്സ് വരെ ഇന്ത്യയിൽ എന്താണ് ആളുകളെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? യൂത്ത് ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ പീരിയഡ് ഓഫ് ലൈഫ് വെൻ വൺ ഈസ് ട്രാൻസിഷനിങ് ഫ്രം ദ ഡിപ്പെൻഡൻസ് ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ്. അതുപോലെ തന്നെ ഈ ഒരു യൂത്തിനെ നമ്മൾ എന്തായിട്ട് പറയാറുണ്ട്? ഇറ്റ്സ് എ ട്രാൻസിഷൻ പീരിയഡ് ഫ്രം ഡിപ്പെൻഡൻസ് ടു ഇൻഡിപെൻഡൻസ്. അതായത് ഒരാളെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിൽ നിന്നും ഇൻഡിപെൻഡൻസിയിലേക്ക് നമ്മൾ മാറുന്ന ആ ഒരു പീരിയഡിനെ നമ്മൾ യൂത്ത് എന്ന് പറയും. നമ്മളൊക്കെ ചൈൽഡ്ഹുഡിൽ എന്താണ്, കുട്ടിക്കാലത്ത് നമ്മളുടെ പാരൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. പിന്നീട് ഈ ഒരു അഡോളസൻസ് പീരിയഡ് ഒക്കെ കഴിയുമ്പോൾ, നമ്മൾ എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറും? ഒരു ജോലിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്താണ്? വി ബിക്കം ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവും, ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവും. അപ്പം നമ്മൾ എന്താണ്? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺസെപ്റ്റ് ഓഫ് യൂത്തിൽ വരുന്നത്. കോൺസെപ്റ്റ് ഓഫ് യൂത്തിൽ നമ്മൾ എറ്റിമോളജിക്കൽ ഡിറൈവേഷൻ, അതിൽ ജോങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ യുവാൻ വരുന്നുണ്ട്. ദെൻ ഡെഫിനിഷൻ, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി യൂത്തിന് കൊടുക്കുന്ന ഡെഫിനിഷൻ പറയുന്നുണ്ട്. പിന്നെ ചൈൽഡ്ഹുഡിനും അഡൾട്ട്ഹുഡിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. പിന്നെ പീരിയഡ് ഓഫ് ട്രാൻസിഷൻ, ആ ഒരു ട്രാൻസിഷനിൽ എന്തൊക്കെയാണ് നമ്മൾ ഗെറ്റിംഗ് എ വർക്ക്, സെറ്റിംഗ് എ ഫാമിലി, അതുപോലെ തന്നെ എന്താണ് പ്രൊഡക്റ്റീവ് സിറ്റിസൺസ് ഒക്കെ ആവുന്നതാണ് ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ദെൻ യു എൻ പറയുന്നത്, യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് 15 to 24 years യങ് ആണ്. ദെൻ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 10 to 24 years യങ് പീപ്പിൾ ആണ്. അതിൽ 2 periods വരുന്നുണ്ട്, അഡോളസൻസും യൂത്തും കൂടെയാണ് ഈ ഒരു 10 to 24 yearsൽ വരുന്നത്. ദെൻ 2014 നാഷണൽ യൂത്ത് പോളിസി ഓഫ് ഇന്ത്യ 15 to 29 years എന്തായിട്ട് പറയുന്നുണ്ട്? യൂത്ത് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ യൂത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പീരിയഡ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ഡിപ്പെൻഡൻസ് ടു ഇൻഡിപെൻഡൻസ്. ചൈൽഡ്ഹുഡിലെ ഡിപ്പെൻഡൻസിൽ നിന്നും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി മാറുന്ന, ഫിനാൻഷ്യലി സോഷ്യലി ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയി മാറുന്ന ആ ഒരു ട്രാൻസിഷൻ പീരിയഡ് ആണ് എന്ത് പറയുന്നത്? യൂത്ത് എന്ന് പറയുന്നത്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ യൂത്ത് ആൻഡ് അഡൾട്ട്. യൂത്തും അഡൾട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ നോക്കുക, യൂത്ത് നോട്ട് യെറ്റ് ആൻ അഡൾട്ട്. യൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ നോട്ട് യെറ്റ് ആൻ അഡൾട്ട്. അവർ മുതിർന്നവരല്ല, അവരെന്താണ്? കുട്ടികളുമല്ല മുതിർന്നവരുമല്ല. ആ ഒരു അവസ്ഥയിലുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂത്ത് എന്ന് പറയുന്നത്. ബട്ട് അഡൾട്ട്, ദേ ആർ ഗ്രോൺ അപ്പ് ആൻഡ് മച്വർ. അതായത് അഡൾട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഗ്രോൺ അപ്പ്, അവർ പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള ആളുകളാണ്. വിത്ത് മെച്യൂരിറ്റി, അവരുടെ പേഴ്സണാലിറ്റിയിലും ഒക്കെ എന്തുണ്ടായിരിക്കും? ബിഹേവിയറിലൊക്കെ ദേ ആർ മെച്യൂർ, അവർ പക്വത പുലർത്തുന്നവരായിരിക്കും. നെക്സ്റ്റ് നോക്കുക, പ്രോസസ് ഓഫ് ബിക്കമിങ്. ഈ ഒരു യൂത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ബിക്കമിങ്. ബിക്കമിങ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സിന് ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവരിൽ പ്രോസസ് ഓഫ് ബിക്കമിങ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഈ ഒരു യൂത്ത് പീരീഡിൽ, ഈ ഒരു 15 to 24 അല്ലെങ്കിൽ എന്താണ് 10 to 29 ഒക്കെ എന്താണ്? യൂത്ത് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഓരോ കൾച്ചറിനനുസരിച്ചിട്ട് ആ ഏജ് ലിമിറ്റിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പീരിയഡ് എന്ന് പറയുന്നത്, യൂത്ത് എന്ന് പറയുമ്പോഴെന്താണ്? ഇറ്റ്സ് എ പീരിയഡ് ഓഫ് ബിക്കമിങ്, വളർന്നു വരുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അതിൽ ഒരുപാട് എന്തുണ്ട്? ഡെവലപ്മെൻറ്റ്സ്, സോഷ്യൽ, ഫിസിക്കൽ, കോഗ്നിറ്റീവ് ഒക്കെ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ പ്രായമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു യൂത്ത് എന്ന് പറയുന്നത്. ദെൻ സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി, ദാറ്റ്സ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പോൾ യൂത്ത് എന്ന് പറയുമ്പോൾ
ദേ ആർ സെർച്ചിങ് ഫോർ ഐഡൻറ്റിറ്റി. അവർക്ക് പ്രത്യേകമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഇല്ല. അവർ എന്താണ്, ദ മെയിൻ പ്രോബ്ലം ഫേസ്ഡ് ബൈ യൂത്ത് ആർ ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഈ ഒരു യൂത്ത് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം, മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. അവരെന്താണ്, ദേ ആർ നോട്ട് യെറ്റ് ചിൽഡ്രൻ ആൻഡ് നോട്ട് യെറ്റ് അഡൾട്ട്. അവർ കുട്ടികളുമല്ല അഡൾട്ട്സുമല്ല, ചിൽഡ്രനുമല്ല അഡൾട്ട്സുമല്ല. അപ്പോൾ അവിടെ എന്താണ്, അവർക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുന്നുണ്ട്. ഞങ്ങൾ ഇതിൽ ഏതിൽ പെടും, ആ രണ്ട് ടൈപ്പിലും പെടുന്നില്ല. അപ്പോൾ അവിടെ അവർ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്താണ്, ഐഡൻറ്റിറ്റി ക്രൈസിസ്. ആൻഡ് ദേ ആർ സെർച്ചിങ് ഫോർ ഐഡൻറ്റിറ്റി. അവർ ഐഡൻറ്റിറ്റി സെർച്ച് ചെയ്യുന്ന ഒരു പീരിയഡിലാണ്. ദെൻ നോക്കാം, ബിക്കം സംവൺ. അപ്പോൾ അഡൾട്ട്സ് എന്താണ്, ഇവിടെ യൂത്ത് എന്ന് പറയുമ്പോൾ ബിക്കമിങ് ആണ് അല്ലേ, സ്റ്റേജ് ഓഫ് ബിക്കമിങ് ആണ്. പക്ഷേ അഡൾട്ട്സ് എന്താണ്, ദേ ആർ ബിക്കം സംവൺ. അവർ ആയിട്ടുണ്ട്, ആളുകൾ ആയിട്ടുണ്ട്. അതായത് അവരുടെ ഡെവലപ്മെൻറ്റ് എന്താണ്, ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. സോഷ്യൽ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും പിന്നെ എന്താണ്, മെൻ്റലി കോഗ്നിറ്റീവായിട്ടൊക്കെയുള്ള ഡെവലപ്മെൻറ്റ് അവരിൽ പൂർണ്ണമായിട്ടുണ്ട്. വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റി. അഡൾട്ട്സിന് എന്താണ്, ദേ ഹാവ് ദെയർ ഓൺ ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റി. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. ഇവിടെ യൂത്തിന് എന്താണ്, ദേ ആർ ഫേസിങ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. യൂത്ത് ഇവിടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഫേസ് ചെയ്യുമ്പോൾ അഡൾട്ട്സ് എന്താണ്, ദേ ഹാവ് ദെയർ ഓൺ ഐഡൻറ്റിറ്റി. അവർക്ക് സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നെക്സ്റ്റ് നോക്കുക, പവർലെസ് ആണ് അല്ലേ. യൂത്ത് എന്ന് പറയുമ്പോൾ പവർലെസ് ആണ്, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അധികാരങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ പവർലെസ് എന്ന് പറയുന്നത്, ദേ ഫേസ് എ ലോട്ട് ഓഫ് പ്രഷേഴ്സ് ഫ്രം ഫാമിലി ആൻഡ് സൊസൈറ്റി. ഈ ഒരു യൂത്ത് എന്താണ്, ദേ ഫേസ് മെനി പ്രഷേഴ്സ് ഫ്രം ഫാമിലി ആൻഡ് സൊസൈറ്റി. ഫാമിലിയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും ഒക്കെ ഒരുപാട് പ്രഷേഴ്സ് എന്തിനുണ്ട്, ഈ ഒരു യൂത്ത് എന്ന് പറയുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പിന് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. നോ റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതിപ്പോൾ ഫാമിലിയിലാണെങ്കിലും അതുപോലെ തന്നെ സൊസൈറ്റിയിലാണെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്ക് യാതൊരു റോളുമില്ല, അല്ലെങ്കിൽ അവർക്ക് വളരെ ലെസ് ആയിട്ടുള്ള റോളാണ് കൊടുക്കാറുള്ളത്. സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ പറയാൻ ആർക്ക് സാധിക്കുന്നില്ല, ഈ യൂത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരെ എന്ത് പറയുന്നത്, പവർലെസ് എന്ന് പറയുന്നത്. ദേ ഹാവ് നോ ഡെസിഷൻ മേക്കിംഗ് പവർ. അവർക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള പവർ ഇല്ല, അതുകൊണ്ടാണ് അവരെ പവർലെസ് എന്ന് പറയുന്നത്. ആ സമയം അഡൾട്ടിൻ്റെ കാര്യം എന്താണ്, ദേ ആർ പവർഫുൾ ആൻഡ് സ്ട്രോങ്. അവർ പവർഫുൾ ആണ്, അവർ സ്ട്രോങ് ആണ്. കാരണം എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ മേക്കിംഗ് അബിലിറ്റി. അവർക്ക് എന്തുണ്ട്, സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. അതിന് മെയിൻ കാരണം എന്താണ്, ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിന് പവർ ഇല്ലാത്തത്, യൂത്തിന് പവർ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്, ദേ ആർ ഡിപ്പെൻഡൻറ്റ്. അവർ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എന്തില്ലാത്തത്, അവരുടെ ഡിസിഷൻസിന് വാല്യൂ ഇല്ലാത്തത്. ഇവിടെ അഡൾട്ട്സ് എന്താണ്, ദേ ആർ ഇൻഡിപെൻഡൻറ്റ്, ദേ ആർ ഫിനാൻഷ്യലി എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് അവരുടെ ഡിസിഷൻസിന് വാല്യൂസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നോക്കുക, ലെസ് റെസ്പോൺസിബിൾ. ഇവർക്ക് എന്തില്ല, ഈ ഒരു യൂത്തിന് റെസ്പോൺസിബിലിറ്റീസ് വളരെ കുറവായിരിക്കും. സംടൈംസ് കൺസിഡേർഡ് ആസ് റെബല്യസ്. അവരെ പലപ്പോഴും റെബല്യസ് ആയിട്ട്, വഴക്കാളികളായിട്ട് ചിത്രീകരിക്കാറുണ്ട്. അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കുറവായിരിക്കും, അവരെന്താണ്, റെബല്യസ് ആണ്. സൊസൈറ്റി യൂത്തിനെ കാണുന്നത് എങ്ങനെയാണ്, റെബല്യസ് ആയിട്ടാണ് കാണുന്നത്. ദെൻ റെസ്പോൺസിബിൾ പൊസിഷൻസ് ആൻഡ് റോൾസ്. പക്ഷേ അഡൾട്ട്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരുപാട് പൊസിഷൻസും റോൾസും കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അഡൾട്ട്സിന് എന്താണ്, അവർ ഫാമിലി ലൈഫ് സെറ്റ് ചെയ്ത ആളുകളായിരിക്കാം. അപ്പോൾ അവിടെ അവർക്ക് എന്താണ്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവർ എന്താണ്, ഓരോ ജോബ് ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ആ ഒരു ജോലി സ്ഥലത്ത് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും റോൾസും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അഡൾട്ട്സ് എന്തായിട്ട് മാറുന്നത്, റെസ്പോൺസിബിൾ ആൻഡ് പവർഫുൾ റോൾസ് ആയിട്ട് മാറുന്നത്. ദെൻ ഫ്ലെക്സിബിൾ ആൻഡ് ക്രിയേറ്റീവ് ആയിരിക്കും അല്ലേ. യൂത്ത് എന്ന് പറയുമ്പോൾ അവർ വളരെ ക്രിയേറ്റീവ് ആയിരിക്കും, ക്രിയേറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കും യൂത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി എന്താണ്, ദേ ആർ ഫ്ലെക്സിബിൾ. ദെൻ പക്ഷേ അഡൾട്ട്സ് എന്ന് പറയുമ്പോൾ ദേ ആർ കൺഫേമിസ്റ്റ്സ്. അവർ ഫ്ലെക്സിബിൾ അല്ല. കാരണം എന്താണ്, അവർക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം കിട്ടുന്നില്ല അല്ലേ. അഡൾട്ട്സ് ആയിട്ടുള്ള ആളുകൾ അവർ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും റോൾസും ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ക്രിയേറ്റീവായി ചിന്തിക്കാനോ ഒന്നും ഉള്ള സമയം അവർക്ക് ലഭിക്കുന്നില്ല. അവർ കൺഫേമിസ്റ്റുകളാണ്, അവർ ലെസ് ഫ്ലെക്സിബിൾ ആണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് നോക്കാം, ഡിപ്പെൻഡൻറ്റ്. ഈ യൂത്ത് എപ്പോഴും എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്. അത് ഫിനാൻഷ്യലി ആണ്, മെയിനായിട്ട് ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ് ഈ ഒരു യൂത്ത് എന്ന് പറയുന്നത്. അവരെന്താണ്, ലെസ് നോളജ്. അവർക്ക് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ
അഡൾട്ട്സ് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് സ്വന്തമായിട്ട് ജോലിയുള്ള ആളുകളാണ്. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് വിത്ത് മോർ നോളജ്. അവർക്ക് ഒരുപാട് അറിവ്, അതായത് അനുഭവങ്ങൾ കൂടുമ്പോൾ നമുക്ക് അറിവും വർദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എന്ത് പറയുന്നത്, യൂത്തും അഡൾട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? നോട്ട് യെറ്റ് അഡൾട്ട്, ഇവർ അഡൾട്ടായിട്ട് മാറിയിട്ടില്ല, പക്ഷെ ഇവരെന്താണ്? മെച്യൂരിറ്റി, അവരുടെ പേഴ്സണാലിറ്റിയിലും ബിഹേവിയറിലും ഒക്കെ എന്തുണ്ടായിരിക്കും? മെച്യൂരിറ്റി ഉണ്ടായിരിക്കും. ദെൻ പ്രോസസ് ഓഫ് ബിക്കമിങ്, അതായത് ഈ യൂത്ത് എന്ന് പറയുമ്പോൾ ദേ ആർ ഇൻ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ്. അവർ ആ ഒരു ഡെവലപ്മെൻറ്റ് വളരെ സ്പീഡിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് സോഷ്യൽ, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്ന കാലമാണ്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? പീരിയഡ് ഓഫ് ബിക്കമിങ് എന്ന് പറയുന്നത്. ദെൻ സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി. ദ മെയിൻ പ്രോബ്ലം ഫേസിങ് ബൈ ദ യൂത്ത് ഈസ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഈ ഒരു യൂത്ത് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണ്? ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. പക്ഷേ അഡൾട്ട്സ് എന്താണ്? ബിക്കം സംവൺ. അവർക്ക് സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അവരുടെ ഡെവലപ്മെൻ്റ് ഒക്കെ ഏകദേശം കംപ്ലീറ്റഡ് ആണ്. ദെൻ പവർലെസ് ആണ്. യൂത്ത് എന്ന് പറയുമ്പോൾ പവർലെസ് ആണ്. അവർക്ക് സൊസൈറ്റിയിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഒരുപാട് പ്രഷേഴ്സ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പവർലെസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്? ഡിസിഷൻ മേക്കിങ്ങിൽ റോള് വരുന്നില്ല. ഇവരെന്താണ്? പവർഫുൾ ആൻഡ് സ്ട്രോങ് ആണ്. എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ മേക്കിംഗ് അബിലിറ്റി. അവർക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദെൻ റെസ്പോൺസിബിലിറ്റി കുറവാണ് യൂത്തിന്. അതുപോലെ തന്നെ അവരെ പലപ്പോഴും സൊസൈറ്റി എന്തായിട്ടാണ് കാണുന്നത്? റെബല്യസ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ഇവർക്ക് എന്താണ്? റെസ്പോൺസിബിൾ പൊസിഷൻസ്, ഫാമിലി ലൈഫിലാണെങ്കിലും വർക്കിംഗ് ലൈഫിലാണെങ്കിലും റെസ്പോൺസിബിൾ പൊസിഷൻസ് ആൻഡ് റോൾസ് ആർക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്? അഡൾട്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. അഡൾട്ട്സ് എന്താണ്? എപ്പോഴും യൂത്ത് എപ്പോഴും എന്താണ്? ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആണ്. പക്ഷേ അഡൾട്ട്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കൺഫേമിസ്റ്റുകളാണ്, യാഥാസ്ഥിതികരായിട്ട് മാറുകയാണ്. യൂത്ത് എന്ന് പറയുന്ന ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് ഇവർ അഡൾട്ട് ആവുന്നത്. പക്ഷേ അഡൾട്ട് ആവുന്ന സമയത്ത് ഈ യൂത്തിൽ ഉണ്ടായിരുന്ന ക്രിയേറ്റിവിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഇവിടെ എന്തായിട്ട് മാറുകയാണ്? കൺഫേമിസ്റ്റുകളിലേക്ക് മാറുകയാണ്. അതായത് ഓരോ റെസ്പോൺസിബിലിറ്റി വരുന്നതിനനുസരിച്ചിട്ട് ഫ്ലെക്സിബിലിറ്റി നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ കുറഞ്ഞു വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് പോയിന്റ് ആണ് ഡിപ്പെൻഡൻറ്റ്. യൂത്ത് എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, പക്ഷേ അഡൾട്ട്സ് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ദെൻ യൂത്തിന് ലെസ് നോളജ് ആണ്. അഡൾട്ട്സിന് എന്താണ്? അവർക്ക് അനുഭവങ്ങൾ കൂടും, അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്? അറിവ് വർദ്ധിക്കും. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓർഗനൈസേഷൻ ആൻഡ് പ്രോഗ്രാംസ് ഫോർ യൂത്ത് ഡെവലപ്മെൻറ്റ്. യൂത്ത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻസും പ്രോഗ്രാംസുമാണ്. അപ്പോൾ നോക്കാം, യൂത്ത് എന്താണ്? യൂത്ത് ഇസ് ദ നെക്സ്റ്റ് ജനറേഷൻ അല്ലേ? നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു നാഷൻ്റെ എക്കോണമിക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നടത്താൻ ആർക്കാണ് സാധിക്കുക? യൂത്തിനാണ് സാധിക്കുക. അതുകൊണ്ട് തന്നെ യൂത്തിൻ്റെ എൻറിച്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോ നാഷൻസും എന്ത് ചെയ്യാറുണ്ട്? ഒരുപാട് ഓർഗനൈസേഷൻസും പ്രോഗ്രാംസും ലോഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പ്രോഗ്രാംസ് ആൻഡ് ഓർഗനൈസേഷൻസ് യൂത്ത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? NSS അല്ലേ? നാഷണൽ സർവീസ് സ്കീം. NSS എന്താണ്? ഈ ഒരു യൂത്ത് എൻറിച്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നെക്സ്റ്റ് നോക്കാം, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. ദെൻ നെഹ്റു യുവ കേന്ദ്ര സംഘത്താൻ. നെഹ്റു യുവ കേന്ദ്ര സംഘത്താൻ അത് 1972 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? മേര യുവ ഭാരത്, അതായത് മൈ ഭാരത്. മൈ എന്ന് പറയുമ്പോൾ മേര യുവ ഭാരത് ഇപ്പോഴത്തെ പേരാണ് കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ ന്യൂ നെയിമാണ് നെഹ്റു യുവ കേന്ദ്ര സംഘത്താൻ്റെ ന്യൂ നെയിമാണ് മേര യുവ ഭാരത് അല്ലെങ്കിൽ മൈ ഭാരത്. ദെൻ നാഷണൽ യൂത്ത് കോർപ്സ്. ദെൻ നാഷണൽ പ്രോഗ്രാം ഫോർ യൂത്ത് ആൻഡ് അഡോളസെൻറ്റ് ഡെവലപ്മെൻറ്റ്, യൂത്ത് ഹോസ്റ്റൽ, രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യൂത്ത് ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ എന്താണ്? യൂത്ത് എൻറിച്ച്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ആൻഡ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ യൂത്ത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴെന്താണ്? ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് എ ലോട്ട് ടു ദ നാഷൻസ് എക്കോണമി. ഒരു രാജ്യത്തിൻ്റെ എക്കോണമിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് ആർക്കാണ്? ഈ ഒരു യൂത്തിനാണ്.
അപ്പോൾ കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിലൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കൂടുതലായിട്ട് രാജ്യത്തിൻ്റെ എക്കോണമിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വളർന്നു വരുന്ന തലമുറ അല്ലേ, ഇത് ഗ്രോയിങ് ജനറേഷൻ, അവരെന്ന് പറയുന്നത് യൂത്താണ്. അപ്പോൾ അവർ എൻട്രി ചെയ്യുക എന്ന് പറഞ്ഞാൽ നാഷൻ്റെ എക്കോണമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഡെപ്പോസിറ്റ് ആയിട്ടാണ് ഓരോ രാജ്യവും കാണുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ഓർഗനൈസേഷൻസും പ്രോഗ്രാംസും ഈ ഒരു യൂത്ത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കുക. ഇതിൽ ഒരു 5 പഠിച്ചു വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് അല്ലേ. NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, നെഹ്റു യുവ കേന്ദ്ര സംഘത്താൻ, അതിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? മൈ ഭാരത് അല്ലെങ്കിൽ മേരാ യുവ ഭാരത്. നാഷണൽ യൂത്ത് കോപ്സ്, ദ നാഷണൽ പ്രോഗ്രാം ഫോർ യൂത്ത് ആൻഡ് അഡോളസെന്റ് ഡെവലപ്മെൻറ്റ്, യൂത്ത് ഹോസ്റ്റൽ, രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യൂത്ത് ഡെവലപ്മെൻറ്റ്. Next we are discussing aspects of youth, different aspects of youth. നോക്കുക, adolescence is a period of storm and stress. പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള, ഫേമസ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻലി ഹാൾ അഡോളസെൻസിനെ നിർവചിച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് എ പീരിയഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ്, അതായത് കൊടുങ്കാറ്റുകളുടെയും സ്ട്രെസ്സിൻ്റെയും പീരിയഡാണ് എന്ത്, അഡോളസെൻസ് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്, ഈ അഡോളസെൻസ് ആ ഒരു പീരിയഡ് തന്നെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, യൂത്ത് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ അത് ടെക്സ്റ്റിനകത്തില്ല, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അഡോളസെൻസ് ഈസ് എ പീരിയഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ്. സ്റ്റാൻലി ഹാളാണ്, ഹീസ് എ ഫേമസ് സൈക്കോളജിസ്റ്റ്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് അഡോളസെൻസിനെ ദ പീരിയഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്ന് പറയുന്നത്? കാരണം ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അത് ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജാണ്, ഒരു സ്പീഡായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജാണ് എന്ത്, അഡോളസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി ഒക്കെ ഒരുപാട് പ്രോബ്ലംസ്, സ്ട്രെസ്സ് അനുഭവിക്കുന്ന കാലഘട്ടത്തിനെയാണ് അഡോളസെൻസ്, അതുപോലെ തന്നെ യൂത്ത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ആസ്പെക്ട്സ് നോക്കാം. യൂത്ത് ആസ് എ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ, അതായത് പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴെന്താണ്, ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം. അപ്പോൾ അത് പറയുന്നത് എന്താണ്, 15 to 64 ഏജ്, 15 മുതൽ 64 വയസ്സ് വരെ, അതിന് ഇടയിൽ പ്രായമുള്ളവരുടെ എണ്ണം ഇതിന് മുന്നേ, അതായത് 15 വയസ്സിന് താഴെയുള്ളവരുടെ അല്ലെങ്കിൽ 64 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണത്തെക്കാൾ കൂടുതലാകുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. When a country's working age population is larger than its dependent population, അതായത് ഒരു രാജ്യത്ത് ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ പോപ്പുലേഷൻ, 15 വയസ്സിന് താഴെയുള്ളവർ കുട്ടികളാണ്, 64 വയസ്സിന് മുകളിലുള്ളവർ എന്താണ്, വയസ്സായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ എണ്ണം എന്താണ്, കുറവായിരിക്കുക. ഈ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ കുറവായിരിക്കുമ്പോഴേ രാജ്യത്ത് എന്തുണ്ടാവുള്ളൂ, എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ എന്താണ്, ഈ ഒരു ഏജ് ഗ്രൂപ്പ്, അതായത് 15 to 64 ഇയേഴ്സിന് ഇടയിലുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പ് പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പാണ്. അവർക്ക് ആ ഒരു പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനേക്കാൾ വളരെ കൂടുതലാണ് എന്ത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇന്ത്യൻ എക്കോണമിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, പ്രൊഡക്റ്റീവ് കോൺട്രിബ്യൂഷൻസ് നൽകാൻ അവർക്ക് സാധിക്കും. അപ്പോൾ യൂത്ത് എന്താണ്, യൂത്ത് ആസ് എ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്താണ് എന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അവിടെ എന്താണ്, ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ കുറവായിരിക്കുക, 15 വയസ്സിന് താഴെയും അതുപോലെ 64 വയസ്സിന് മുകളിലുമുള്ള ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ കുറവായിരിക്കുമ്പോഴാണ് ആ രാജ്യത്ത് പ്രൊഡക്ടിവിറ്റി കൂടുന്നത്, എക്കണോമിക്കലി ആ രാജ്യം പ്രോഗ്രസീവ് ആവുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കുക, പൊട്ടൻഷ്യൽ ടു ബി നേർച്ചേർഡ് ആൻഡ് ഡെവലപ്ഡ്. അതായത് ഈ യൂത്ത് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ബി ഡെവലപ്ഡ്. ഒരുപാട് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു സ്റ്റേജാണ് എന്ത് പറയുന്നത്, യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് പൊട്ടൻഷ്യൽസ്, ഒരുപാട് കഴിവുകൾ ആർക്കുണ്ടായിരിക്കും, ഈ ഒരു യൂത്തിന് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, റിക്വയേഴ്സ് ഇൻസ്റ്റിലിംഗ് സോഷ്യൽ വാല്യൂസ് ആൻഡ് മോറൽസ്. ഈ യൂത്ത് എന്ന് പറയുന്നത് ഒരു വളർന്നു വരുന്ന പ്രായമാണ് അല്ലേ. ദേ ആർ ദ ഫ്യൂച്ചർ സിറ്റിസൺസ്. നമ്മളുടെ ഭാവി
വാഗ്ദാനങ്ങളാണ്. അപ്പോൾ അവരിൽ എന്താണ് മോറൽസും വാല്യൂസും ഇൻസ്റ്റിൽ ചെയ്യുക, അവരിൽ ഒരുപാട് വാല്യൂസും അതുപോലെ തന്നെ മൊറാലിറ്റിയും ഒക്കെ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ആവാൻ സാധിക്കുള്ളൂ, ഒരു ഐഡിയൽ സിറ്റിസൺ ആവാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് നോക്കുക, ചേഞ്ച് ഏജൻറ്റ്. ചേഞ്ച് ഏജൻറ്റ് മീൻസ് ദേ മേക്ക് സോഷ്യൽ ചേഞ്ചസ്. അവരാണ് സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നത് ഈ ഒരു യങ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു യൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ദേ ആർ ക്രിയേറ്റീവ്. അഡൾട്ട്സിനേക്കാൾ ക്രിയേറ്റീവ് ആയിട്ടുള്ളത് ആരാണ്, യൂത്ത് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക്, അതുപോലെ യൂത്ത് റെബല്യസ് ആണ് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെബല്യസ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള യൂത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ടു ബ്രിങ് ചേഞ്ചസ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് നോക്കാം, ചാലഞ്ച് ടു ബി ഡീൽഡ് വിത്ത്. അപ്പോൾ ഈ യൂത്ത് എന്ന് പറയുന്നത് ദേ ഫേസ് മെനി ചാലഞ്ചസ്. അവർ ഒരുപാട് രീതിയിലുള്ള ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു യൂത്ത് എന്ന് പറയുന്നത്. കാരണം അവരുടെ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് അല്ലേ, ചൈൽഡ്ഹുഡിൽ നിന്നും എന്തിലേക്ക്, ഈ ഒരു അഡൾട്ട്ഹുഡിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡ് ആണ്. അവർക്ക് ഒരുപാട് എയിംസ് ഉണ്ട്, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഒരു പിന്നെ വർക്ക്, ഒരു ജോബ് വേണ്ടി വരും, അതുപോലെ തന്നെ ഫാമിലി സെറ്റ് ആവണം, നല്ലൊരു സിറ്റിസൺ ആവണം എന്നുള്ളതൊക്കെ ആ ഒരു ട്രാൻസിഷൻ പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്താണ്, ദേ ഹാവ് മെനി ചാലഞ്ചസ് ടു ബി ഫേസ്ഡ്. അവർക്ക് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ നോൺ അഡൾട്ട്സ് ആണ്. യൂത്ത് എന്ന് പറഞ്ഞാൽ നോൺ അഡൾട്ട്സ് ആണ്, അവർ ബിക്കമിങ് ആണ് അല്ലേ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യൂത്ത് എന്ന് പറയുമ്പോൾ ദേ ആർ ബിക്കമിങ് സ്റ്റേജ്, അവർ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായത്തിലുള്ള ആളുകളാണ്. ദെൻ റിസ്കി ബിഹേവിയേഴ്സ്, ഇവർ റെബല്യസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യൂത്ത് എന്ന് പറയുമ്പോൾ ദേ ഹാവ് റിസ്കി ബിഹേവിയേഴ്സ്. അവരുടെ സ്വഭാവം എന്താണ്, കുറച്ച് റിസ്കി ആയിരിക്കും. എന്തും എടുത്തു ചാടുന്ന, ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന ആ ഒരു പ്രായത്തിനെയാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, യൂത്ത് ആസ് എ പ്രോബ്ലം. യൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലമാണ്, അതായത് യുവജനങ്ങൾ മുഴുവൻ പ്രോബ്ലമാണ് എന്നല്ല, യൂത്ത് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ ചാലഞ്ച് പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ്. അതായത് ഒരുപാട് ചാലഞ്ചസ് യൂത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സൊസൈറ്റിയിൽ ഒരുപാട് യൂത്ത് ആയിട്ടുള്ള ആളുകൾക്കല്ലേ അൺഎംപ്ലോയ്മെൻറ്റ്, അതൊക്കെ എന്താണ്, യൂത്ത് നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഈ യൂത്ത് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് അൺഎംപ്ലോയിഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, അത് രാജ്യത്തിൻ്റെ എക്കോണമിയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എന്ത്, ആസ്പെക്ട്സ് ഓഫ് യൂത്ത്. ഇതിൽ ഈ ഒരു ഡെഫിനിഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. സ്റ്റാൻലി ഹാൾ, സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻലി ഹാൾ അഡോളസൻസിന് പറഞ്ഞതാണ്, ഇറ്റ്സ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം. സ്റ്റോമിൻ്റെയും കൊടുങ്കാറ്റുകളുടെയും സ്ട്രെസ്സിൻ്റെയും പീരീഡാണ് അഡോളസൻസ് അല്ലെങ്കിൽ യൂത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ് ഓഫ് യൂത്ത്. യൂത്തിൻ്റെ സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവാണ്. അതായത് ഒരു യൂത്ത് അല്ലെങ്കിൽ കുട്ടി വളർന്ന് വരുന്ന സമയത്ത് എന്താണ്, അവരുടെ ബിഹേവിയറിനെ, അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, അതിൽ മെയിൻ എന്ന് പറയുന്നത് ദ സൊസൈറ്റി തന്നെയാണ് അല്ലേ. ആ കുട്ടിക്ക് ചുറ്റുമുള്ള സൊസൈറ്റിയാണ് ആ കുട്ടിയുടെ വികസനത്തിൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ റോള് വഹിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ യൂത്തിൻ്റെ കാര്യത്തിൽ സൊസൈറ്റി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എത്രമാത്രം റോളാണ് വഹിക്കുന്നത് എന്ന് നോക്കാം. The experience of youth are influenced by social and cultural environments they grow. അതായത് ഈ ഒരു യൂത്ത് വളർന്നു വരുന്ന സാഹചര്യം, അവർ വളർന്നു വരുന്ന ചുറ്റുപാട് അവരെ എന്താണ്, അവരുടെ വളർച്ചയെ നന്നായിട്ട് ബാധിക്കാറുണ്ട്. Then their identities and behaviors are shaped by social interaction, cultural values and societal norms. അവരെ ഈ ഒരു യൂത്തിനുണ്ടാവുന്ന സോഷ്യൽ ഇൻറ്ററാക്ഷൻസ്, അതായത് അവർ ഏത് സൊസൈറ്റിയുമായിട്ടാണോ ആരുമായിട്ടൊക്കെയാണോ ഇൻറ്ററാക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ കൾച്ചറൽ വാല്യൂസ്, അവർ ഏത് കൾച്ചറിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ അവർ ഏത് കൾച്ചർ കണ്ടാണ് വളരുന്നത്, അതുപോലെ തന്നെ ചില നോംസ് വാല്യൂസ് ഒക്കെ എന്താണ് അവരുടെ ഗ്രോത്തിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവിലെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ബ്രോൺഫെൻ ബ്രനർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിൻ്റെ എക്കോളജിക്കൽ പെർസ്പെക്റ്റീവാണ്. അതിൽ അദ്ദേഹം 5 സിസ്റ്റംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു യൂത്തിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ യൂത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 5 സിസ്റ്റംസിനെ കുറിച്ചിട്ട് ആര് പറയുന്നുണ്ട്, ബ്രോൺഫെൻ ബ്രനർ പറയുന്നുണ്ട്. അതിൽ
എന്താണ് ഡെവലപ്മെന്റ് റിഫ്ലക്ട്സ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സിവറൽ എൻവയോൺമെന്റൽ സിസ്റ്റംസ്. അതായത് പല എൻവയോൺമെന്റൽ സിസ്റ്റംസ് ഒരു യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ യൂത്തിൻ്റെ വളർച്ചയിൽ അവരുടെ എൻവയോൺമെൻറ്റൽ സിസ്റ്റംസ്, അവരുടെ ചുറ്റുപാടുമുള്ള എൻവയോൺമെൻറ്റൽ സിസ്റ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിലെ ഫസ്റ്റ് സിസ്റ്റമാണ് മൈക്രോ സിസ്റ്റം. മൈക്രോ സിസ്റ്റം എന്താണ്? ദ സെറ്റിംഗ് ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ലീവ്സ്. ഒരു വ്യക്തി ജീവിക്കുന്ന ചുറ്റുപാടിനെ അല്ലെങ്കിൽ ജീവിക്കുന്ന സെറ്റിങ്ങിനെയാണ് നമ്മൾ മൈക്രോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഫാമിലി, പിയേഴ്സ്, സ്കൂള് എക്സെട്ര. അതായത് ഒരു ആള് ജനിച്ച് വീഴുന്ന അല്ലേ ആ ഒരു എൻവയോൺമെൻറ്റ്, അപ്പോൾ അതിൽ അയാളുടെ ഫാമിലി പെടുന്നുണ്ട്, പിയേഴ്സ് പെടുന്നുണ്ട്. പിയേഴ്സ് എന്ന് പറയുമ്പോൾ സമപ്രായക്കാരാണ്. ദെൻ സ്കൂൾ, നൈബർഹുഡ് ഒക്കെ എന്താണ് ഈ ഒരു മൈക്രോ സിസ്റ്റത്തിലാണ് വരുന്നത്. അപ്പോൾ മൈക്രോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ സെറ്റിംഗ് ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ലീവ്സ്. ഒരു ഇൻഡിവിജ്വൽ ജീവിക്കുന്ന ആ ഒരു സെറ്റിങ്ങിനെയാണ് എന്ത് പറയുന്നത്? മൈക്രോ സിസ്റ്റം എന്ന് പറയുന്നത്. ഫാമിലി, പിയേഴ്സ്, സ്കൂള്, നൈബർഹുഡ് ഒക്കെ എന്തിലാണ്? ഈ മൈക്രോ സിസ്റ്റത്തിലാണ് വരുന്നത്. ദെൻ interaction of youth with their parents, school peers help to construct experience. അപ്പോൾ ഒരു യൂത്ത്, ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ഫാമിലിയുമായിട്ട്, സ്കൂളുമായിട്ട്, കൂട്ടുകാരുമായിട്ട്, ഫ്രണ്ട്സുമായിട്ട്, അതുപോലെ തന്നെ നൈബർഹുഡുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന രീതിക്കനുസരിച്ചിട്ടാണ് അയാളുടെ എക്സ്പീരിയൻസും അയാളുടെ ഡെവലപ്മെൻറ്റും ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? എന്താണ് ഇൻറ്ററാക്ഷൻ ഓഫ് യൂത്ത് വിത്ത് ദെയർ പാരൻസ്, സ്കൂൾ പിയേഴ്സ് ഹെൽപ്സ് ടു കൺസ്ട്രക്ട് എക്സ്പീരിയൻസ്. കൺസ്ട്രക്ട് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അയാളുടെ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അയാളുടെ ഫാമിലിയുമായിട്ട്, അയാളുടെ ഫ്രണ്ട്സുമായിട്ട്, സ്കൂളുമായിട്ട്, നൈബർഹുഡുമായിട്ടൊക്കെ എത്തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് അയാൾക്കുള്ളതെങ്കിൽ അതാണ് ഭാവിയിൽ അയാളുടെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നത്. നെക്സ്റ്റ് സിസ്റ്റമാണ് മിസോ സിസ്റ്റം. മൈക്രോ സിസ്റ്റം കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് മിസോ സിസ്റ്റമാണ്. റിലേഷൻ ബിറ്റ്വീൻ മൈക്രോ സിസ്റ്റം. അതായത് ഈ ഒരു മിസോ സിസ്റ്റം ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഇൻഡിവിജ്വലുമായിട്ട് ആദ്യം ബന്ധം വരുന്നത് എന്താണ്? ഈ മൈക്രോ സിസ്റ്റത്തിനാണ്. മൈക്രോ സിസ്റ്റം കഴിഞ്ഞ് ഈ ഇൻഡിവിജ്വലുമായിട്ട് കണക്ഷൻ വരുന്നത് എന്താണ്? മിസോ സിസ്റ്റമാണ്. മിസോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കണക്ഷൻ ബിറ്റ്വീൻ മൈക്രോ സിസ്റ്റംസ്. മൈക്രോ സിസ്റ്റംസിലുള്ള കാര്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. അതായത് ദ കണക്ഷൻ ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് പാരൻസ്. പാരൻസും സ്കൂളും തമ്മിലുള്ള കണക്ഷൻ എന്തിലാണ് വരുന്നത്? ഈ ഒരു മിസോ സിസ്റ്റത്തിലാണ് വരുന്നത്. അപ്പോൾ മൈക്രോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ജനിച്ച് വീഴുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ സിസ്റ്റംസ് തമ്മിലുള്ള കണക്ഷനെയാണ് എന്ത് പറയുന്നത്? മിസോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മിസോ സിസ്റ്റത്തിന് എക്സാമ്പിൾ ചോദിച്ചാൽ എന്താണ്? ദ കണക്ഷൻ ബിറ്റ്വീൻ പാരൻസ് ആൻഡ് സ്കൂൾ. പാരൻസും സ്കൂളും തമ്മിലുള്ള കണക്ഷൻ, അല്ലെങ്കിൽ പാരൻസും നൈബർഹുഡും തമ്മിലുള്ള കണക്ഷൻ, പാരൻസും പിയേഴ്സും തമ്മിലുള്ള കണക്ഷൻ, ഇതൊക്കെ എന്താണ്? ഈ ഒരു മിസോ സിസ്റ്റത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മിസോ സിസ്റ്റവും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിനെയും അയാളുടെ എക്സ്പീരിയൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ തേർഡ് സിസ്റ്റം ഈസ് എക്സോ സിസ്റ്റം. എക്സോ സിസ്റ്റം മീൻസ് സെറ്റിംഗ് ദാറ്റ് ഇൻഡിറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ആൻ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റ്. അതായത് ഈ ഒരു എക്സോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻഡിറക്റ്റ്ലി, ഡയറക്റ്റായിട്ട് എന്ത് ഉണ്ടാക്കുന്നില്ല? ഈ ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വലിൻ്റെ വളർച്ചയിൽ പങ്കുവഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നില്ല. ഈവൻ ദോ ദ ഇൻഡിവിജ്വൽ ഈസ് നോട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ് ഇൻ ദം. ഈ ഒരു എക്സോ സിസ്റ്റത്തിൽ ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ എന്താണ്? ഹി ഈസ് നോട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ് ഇൻ ദം. ഡയറക്റ്റ് ആയിട്ട് അയാൾ, ആ ഒരു ഇൻഡിവിജ്വൽ ഈ ഒരു സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നില്ല? ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ പാരൻസിൻ്റെ ജോബുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ പാരൻസിൻ്റെ ജോലി സ്ഥലത്തെ പ്രഷേഴ്സ് ചിലപ്പോഴെന്താണ്? ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ പാരൻസിന് അവരുടെ വർക്ക് പ്ലേസിൽ, ആ ഒരു ജോലി സ്ഥലത്ത് ഒരുപാട് പ്രഷർ ഉണ്ടെങ്കിൽ അതെന്താണ്? വീട്ടിൽ വന്ന് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതെന്താണ്? ഈ ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസിനെ, ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? എക്സോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ കുട്ടി എന്തല്ല, ആ ഒരു പാരൻറ്റിൻ്റെ ജോലി സ്ഥലവുമായിട്ട് ഈ കുട്ടിക്ക് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഇല്ല, അവിടെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഈ കുട്ടിക്കില്ല. പക്ഷേ എങ്കിലും ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ, ഇൻവോൾവ്മെൻറ്റ് ഇല്ലെങ്കിലും ഇതെന്താണ്? ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? എക്സോ സിസ്റ്റം എന്ന് പറയുന്നത്.
And the fourth one is macro system. What is macro system? Larger culture in which the individual live. Macro system എന്ന് പറഞ്ഞാൽ ലാർജർ കൾച്ചർ ആണ്. അതായത് ഇതുവരെ നമ്മൾ പറഞ്ഞത് ചെറിയ ചെറിയ ആ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ഒരു എൻവയോൺമെന്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഈ ഒരു എക്സോ സിസ്റ്റം വരെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ മാക്രോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലാർജർ കൾച്ചറാണ്. ആ കുട്ടി ഉൾപ്പെടുന്ന ആ ഒരു കൾച്ചറൽ ഗ്രൂപ്പ്, ഏത് കൾച്ചറിലാണോ ആ കുട്ടി ഉൾപ്പെടുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ പറയല്ലേ ഇന്ത്യൻ കൾച്ചർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗം നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ആ ഒരു കൾച്ചറിനെയാണ്, ലാർജർ കൾച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാക്രോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കൾച്ചറൽ നോംസ്, പ്രാക്ടീസസ് ആൻഡ് വാല്യൂസ്, നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കൾച്ചറൽ നോംസ്, നമ്മൾ ഫോളോ ചെയ്യുന്ന ചില വാല്യൂസ്, പ്രാക്ടീസസ് ഒക്കെ എന്താണ് ഈ ഒരു മാക്രോ സിസ്റ്റത്തിനാണ് വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ക്രോണോ സിസ്റ്റം. ക്രോണോ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അത് ടൈമുമായിട്ട് റിലേറ്റഡ് ആണ്. നോക്കാം, ഡയമെൻഷൻ ഓഫ് ടൈം ആൻഡ് ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസസ് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരു സമയം, അതായത് ഈ കുട്ടി ജനിച്ച് വീഴുന്ന സമയം മുതൽ ഈ ഒരു കുട്ടി, യൂത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പാണ് അല്ലേ, 29 വരെയുള്ള ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഒരു കുട്ടി ജനിച്ച് വീഴുന്ന സമയം തൊട്ട് അത്രയും കാലത്തെ ആ ഒരു ടൈം എങ്ങനെയാണ് ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, അതാണ് എന്തിൽ പറയുന്നത്, ക്രോണോ സിസ്റ്റത്തിൽ പറയുന്നത്. ഡയമെൻഷൻ ഓഫ് ടൈം ആൻഡ് ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസസ് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്. ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിനെ അത്രയും കാലത്തെ ടൈം എക്സ്പീരിയൻസ്, അത്രയും കാലം ആ ഒരു 29 വയസ്സ് വരെ അല്ലെങ്കിൽ 28 വയസ്സ് വരെ ആ ഒരു കുട്ടിയുടെ ആ ഒരു കാലം എങ്ങനെയാണ് ഈ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്രോണോ സിസ്റ്റത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രോൺഫെൻ-ബ്രനറുടെ ഈ ഒരു സിസ്റ്റംസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രോൺഫെൻ-ബ്രനറുടെ ഈ ഒരു സിസ്റ്റംസ് ആണ്. അപ്പോൾ മൈക്രോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാമിലി പിയേഴ്സ്, അതായത് ദ സെറ്റിംഗ് ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ലീവ്സ്, ആ ഒരു ഇൻഡിവിജ്വൽ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടാണ് മൈക്രോ സിസ്റ്റം എങ്കിൽ, മിസോ സിസ്റ്റം എന്താണ്, ആ ഒരു മൈക്രോ സിസ്റ്റംസ് തമ്മിലുള്ള റിലേഷനാണ് മിസോ സിസ്റ്റത്തിൽ വരുന്നത്. എക്സോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് അല്ല, പക്ഷേ അത് ആ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. ദെൻ മാക്രോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലാർജർ കൾച്ചർ ആണ്. ക്രോണോ സിസ്റ്റം ഇറ്റ്സ് റിലേറ്റഡ് ടു ടൈം, ആ ഒരു ടൈം എങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നൗ we shall discuss the economic perspective of youth. എക്കണോമിക് പെർസ്പെക്റ്റീവ്, യൂത്തിൻ്റെ എക്കണോമിക് പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ഒരു കോൺസെപ്റ്റാണ് മനസ്സിലാക്കി വെക്കേണ്ടത്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ മെയിനായിട്ട് പറയുന്നത് യൂത്ത് ആസ് എ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, അതുപോലെ തന്നെ യൂത്തിന് വേണ്ടിയിട്ടുള്ള ചില പോളിസികളുമാണ് പറയുന്നത്. അപ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്താണെന്ന് നോക്കാം. Demographic dividend. When a country's working age population is larger than its dependent population, ഒരു രാജ്യത്തെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ 15 to 64 ഇയേഴ്സ്, 15 മുതൽ 64 വയസ്സ് വരെയുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. And the working age population is larger than its dependent population. അപ്പോൾ ഈ ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനേക്കാൾ കൂടുതലായിരിക്കുക. ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 15 വയസ്സിന് താഴെയും 64 വയസ്സിന് മുകളിലുള്ളവരെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതായത് അവർ എക്കണോമിക്കലി എന്താണ്, ഫിനാൻഷ്യലി അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, അവർ പ്രൊഡക്റ്റീവ് അല്ല. അപ്പോൾ ഈ ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ 15 to 64 എന്ന് പറയുമ്പോൾ അവർ പ്രൊഡക്റ്റീവാണ്, അവർ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ, അതായത് ഈ ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനേക്കാൾ കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനേക്കാൾ വർദ്ധിക്കുമ്പോഴാണ് എന്ത് പറയുന്നത്, അതിനെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നോക്കാം, യൂത്ത് മേക്ക് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ഇന്ത്യാസ് ടോട്ടൽ പോപ്പുലേഷൻ. അപ്പോൾ 2011 നമ്മുടെ ലാസ്റ്റ് സെൻസസ് നടന്നിട്ടുള്ളത് 2011. അപ്പോൾ ആ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ യൂത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ, അതായത് ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷനിൽ വലിയ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു
യൂത്ത് ആണ്. അപ്പോൾ ഈ ഒരു യൂത്ത് ഇത്രയും വലിയ ഒരു പോർഷൻ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഉണ്ടായിരിക്കുമ്പോൾ അവർ എന്താണ് നാളത്തെ ആ ഒരു എക്കണോമിക് ഗ്രോത്തിന് അവർക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോഴാണ് എന്ത് പറയുന്നത്, യൂത്ത് ആസ് എ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അത് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എക്കണോമിക് പെർസ്പെക്റ്റീവിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആണ്. വെൻ ദ കൺട്രീസ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഇസ് ലാർജർ ദാൻ ഇറ്റ്സ് ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ. ഒരു രാജ്യത്തിൻ്റെ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനേക്കാൾ കൂടുതൽ അവിടുത്തെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആവുക, അതായത് 15 to 64 ഇയേഴ്സ് ആണ് എന്ത് പറയുന്നത്, വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദെൻ നോക്കാം, ഗിവിംഗ് ട്രെയിനിങ് ടു യൂത്ത് റിസൾട്ട് ഇൻ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് നാഷൻ. അപ്പോൾ ഇന്ത്യയിലെ സെൻസസ് പ്രകാരം 2011 സെൻസസ് പ്രകാരം ഇന്ത്യൻ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഒരു മെയിൻ പോർഷൻ, ഒരു ബിഗ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു യൂത്താണ്. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അതായത് അവർക്കൊരു ജോബ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ എൻഹാൻസ് അവർ എക്കണോമിക് ഗ്രോത്ത്. അത് നമ്മളുടെ എക്കണോമിക് ഗ്രോത്തിനെ വളരെ നല്ല രീതിയിൽ എന്താണ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുറച്ച് പോളിസികളാണ്, കുറച്ച് പ്രോഗ്രാംസ് ആണ് യൂത്ത് എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള ചില പ്രോഗ്രാംസും പോളിസികളുമാണ് നോക്കുക. നാഷണൽ യൂത്ത് പോളിസി NYP 2014. ഈ ഒരു നാഷണൽ യൂത്ത് പോളിസിയുടെ എയിം എന്താണ്, എംപവർ ദ യൂത്ത്. എംപവർ ദ യൂത്ത് എന്ന് പറയുമ്പോൾ യൂത്തിനെ എംപവർ ചെയ്യുക, ശാക്തീകരിക്കുക. അപ്പോൾ അവിടെ യൂത്തിനെ എങ്ങനെയാണ് എംപവർ ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിലൂടെയാണ് യൂത്തിനെ എംപവർ ചെയ്യുന്നത്. അപ്പോൾ NYP നാഷണൽ യൂത്ത് പോളിസി 2014 എയിം എന്ന് പറയുന്നത് എന്താണ്, എംപവറിങ് ദ യൂത്ത്, യൂത്തിനെ എംപവർ ചെയ്യിക്കുക. അതിലൂടെ ടു എൻഹാൻസ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഇന്ത്യ. അതിലൂടെ ഈ ഒരു എംപവർമെൻറ്റിലൂടെ, യൂത്തിൻ്റെ എംപവർമെൻറ്റിലൂടെ എന്താണ് ഈ ഒരു നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുക. അതാണ് നാഷണൽ യൂത്ത് പോളിസി 2014 എയിം ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം, നാഷണൽ പോളിസി ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് 2015. 2015 പ്രോഗ്രാമാണ് നാഷണൽ പോളിസി ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. അപ്പോൾ അതിൽ ഈ ഒരു പേരിൽ തന്നെ വരുന്നുണ്ട് അല്ലേ, അത് എന്താണ് എയിം ചെയ്യുന്നത്, സ്കിൽസ് ആണ് അല്ലെ, സ്കിൽ ഡെവലപ്മെന്റ് ആണ്. അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പിന് എന്ത് കൊടുക്കുന്നുണ്ട്, ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നോക്കാം, ലിങ്കിങ് സ്കിൽസ് വിത്ത് ഡിമാൻഡ് സെൻറ്റേഴ്സ് ഓർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഒരു സ്കില്ലുള്ള ആളുകളെ, സ്കിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാൾക്ക് ഒരു ജോലി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കിൽസിനെ എന്തുമായിട്ട് ലിങ്ക് ചെയ്യുക, ഡിമാൻഡ് സെൻറ്റേഴ്സ്. ഇവിടെ ഡിമാൻഡ് സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ കഴിവുള്ള ആളുകളെ ജോലിയുമായിട്ട് ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ കഴിവുള്ള ആളുകൾക്ക് ജോലി വാഗ്ദാനം നൽകുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ഈ ഒരു നാഷണൽ പോളിസി ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് 2015 പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് PMKVY. ഇതിൻ്റെ ഫുൾ ഫോം ടെക്സ്റ്റിലുണ്ട്, അത് പഠിക്കണം. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. PMKVY എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. അതെന്താണ്, ഇൻഡസ്ട്രി റെലവൻറ്റ് സ്കിൽ ട്രെയിനിങ് ആണ്. ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള സ്കിൽ ട്രെയിനിങ് ആണ് എന്ത് കൊടുക്കുന്നത്, PMKVYയിലൂടെ കൊടുക്കുന്നത്. ഇറ്റ് ബെനഫിറ്റ്സ് 10 മില്യൺ ഇന്ത്യൻ യൂത്ത്. 10 മില്യൺ ഇന്ത്യൻ യൂത്തിനാണ് ഇതിൻ്റെ PMKVYയുടെ ആ ഒരു ബെനഫിറ്റ് ലഭിക്കുന്നത്. പ്രൊവൈഡിങ് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ ട്രെയിൻഡ് ആൻഡ് സർട്ടിഫൈഡ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഇവിടെ PMKVY ഇവിടെ എന്താണ്, ട്രെയിനിങ് മാത്രമല്ല കൊടുക്കുന്നത്, പിന്നെ എന്തുകൂടെ ഉണ്ട്, പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടെ ഉണ്ട്. ഈ ഒരു PMKVYയുടെ സർട്ടിഫൈഡ് കാൻഡിഡേറ്റ്സിന് എന്താണ്, ട്രെയിനിങ്ങും അതുപോലെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അവരെന്ത് നൽകുന്നുണ്ട്, ഒരു പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടെ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയിലൂടെ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക് പെർസ്പെക്റ്റീവിൽ വരുന്നത്. എക്കണോമിക് പെർസ്പെക്റ്റീവിൽ നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് എന്താണ്, യൂത്ത് ആസ് എ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. യൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആണ്. പിന്നെ എന്താണ്, ഈ ഒരു യൂത്തിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടും അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പോളിസികളും നമ്മൾ പഠിച്ചിരിക്കണം. ഈ 3 പോളിസികളും എന്താണ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. Our next topic is legal perspective of youth. യൂത്തിൻ്റെ ലീഗൽ പെർസ്പെക്റ്റീവ് ആണ്.
അപ്പോൾ യൂത്തിൻ്റെ ലീഗൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗലി യൂത്ത് അറിയപ്പെടുന്നത് എന്താണ്? ജുവനൈൽസ് എന്നാണ്. ലീഗൽ പെർസ്പെക്റ്റീവിൽ യൂത്തിനെ അറിയപ്പെടുന്നത് ജുവനൈൽസ് എന്നാണ്. ആൻഡ് ഇറ്റ്സ് എറ്റിമോളജിക്കൽ ഡിറൈവേഷൻ, ഈ ഒരു ജുവനൈൽ എന്ന് പറയുന്ന വേർഡ് എറ്റിമോളജിക്കലി ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഏത് വേർഡിൽ നിന്നാണ്? ലാറ്റിൻ വേർഡായിട്ടുള്ള ജുവനൈസിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ മീനിങ്, ജുവനൈസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് എന്താണ്? യങ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ജുവനൈസ് എന്താണെന്ന് നോക്കാം. ജുവനൈൽ, ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ബിലോ 18 ആർ ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി ഫ്രം ദ അഡൾട്ട്സ്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ളവരെയാണ് എന്തറിയപ്പെടുന്നത്? ജുവനൈൽസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു 18 വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികൾ പെടുന്നുണ്ട്, അതുപോലെ തന്നെ അഡോളസൻസും പെടുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ, 18 വയസ്സിന് താഴെയുള്ളവരെ എന്താണ്, അവരെ പ്രായപൂർത്തിയായിട്ട് കണക്കാക്കുന്നില്ല. 18 വയസ്സായവരാണ് എന്ത് പറയുന്നത്, നമ്മൾ പ്രായപൂർത്തിയാവുന്നത്. അപ്പോൾ ഈ ഒരു 18 വയസ്സിന് താഴെയുള്ളവരെ ലീഗലി എന്താണ് അറിയപ്പെടുന്നത്? ജുവനൈൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണ്? ദേ ആർ ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി ഫ്രം ദ അഡൾട്ട്സ്. അവർ അഡൾട്ട്സിൽ നിന്നും, അഡൾട്ട്സ് എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളുകൾ, 18 വയസ്സിന് മുകളിലുള്ളവരെയൊക്കെ എന്താണ് ലീഗലി അഡൾട്ട്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു അഡൾട്ട്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു ജുവനൈൽസിനെ, 18 ഇയേഴ്സിന് ബിലോ ആയിട്ടുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ സെപ്പറേറ്റ് ലീഗൽ സിസ്റ്റം, അവർക്ക് ഈ ഒരു 18 ഇയേഴ്സിന് താഴെയുള്ള ഈ ഒരു ജുവനൈൽസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിന് എന്തുണ്ട്? ദേ ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ സിസ്റ്റം. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ലീഗൽ സിസ്റ്റം തന്നെയുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? ജുവനൈൽ ജസ്റ്റിസ് ലോസ്. അതിൻ്റെ പേരാണ് ജുവനൈൽ ജസ്റ്റിസ് ലോസ്. അപ്പോൾ ഈ ഒരു 18 ഇയേഴ്സിന് താഴെയുള്ളവരെ ജുവനൈൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അവർക്കായിട്ട് എന്താണ്, ഒരു സെപ്പറേറ്റ് ജസ്റ്റിസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ സിസ്റ്റം ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ജുവനൈൽ ജസ്റ്റിസ് ലോസ്. ദെൻ ജുവനൈൽസ് ആർ ട്രൈഡ് ഡിഫറെൻ്റ്ലി ഇൻ ദ കോർട്ട്. ഈ ഒരു ജുവനൈൽസ് എന്താണ്? ജുവനൈൽസ് അവർ ഒരു കോർട്ടിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് അവരെ ട്രയൽ ചെയ്യുന്നത്. അതായത് മുതിർന്ന ആളുകളെ ട്രയൽ ചെയ്യുന്ന കോർട്ടിലല്ല അവരെ കോർട്ട് ചെയ്യുന്നത്, ആ രീതിയിലല്ല അവരെ ട്രയൽ ചെയ്യുന്നത്. അവരെ പിന്നെ മറിച്ച് എങ്ങനെയാണ്? അവരെ ഡിഫറെൻ്റ്ലി ആണ് അല്ലേ, അവരെ മറ്റൊരു രീതിയിലാണ്, അഡൾട്ട്സിനെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു രീതിയിലാണ് ഈ ഒരു ജുവനൈൽസിനെ അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ളവരെ കോർട്ടിൽ ട്രയൽ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രയലൊക്കെ പറയുന്നത് ഏതിലാണ്? ഈ ജുവനൈൽ ജസ്റ്റിസ് ലോസിലാണ്. ദെൻ ഇനി ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, മിനിമം ഏജ് ഓഫ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി. ക്രിമിനൽ റെസ്പോൺസിബിലിറ്റിയുടെ മിനിമം ഏജ്, അത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ സാധ്യതയുണ്ട്. അതെന്താണെന്ന് നോക്കാം. ദ മിനിമം ഏജ് ഓഫ് എ പേഴ്സൺ ക്യാൻ ബി ലേബിൾഡ് ആസ് ജുവനൈൽ. അതായത് ജുവനൈൽ എന്ന് ലേബൽ ചെയ്യുന്ന ഒരാളുടെ മിനിമം ഏജ്, അതായത് ഇന്ത്യയിൽ 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു കുറ്റമായിട്ട് കണക്കാക്കാറില്ല. അവരെ എന്താണ്, അവരെ വെറുതെ അല്ലെങ്കിൽ അത് ആ ഒരു കുട്ടി എന്താണ്, ആ ഒരു സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഞാൻ ഈ ഒരു കുറ്റം ചെയ്താൽ ഇത്തരത്തിലുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും എന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ ആ ഒരു 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 7 വയസ്സിന് മുകളിലുള്ളവരെ എന്താണ് ജുവനൈൽസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അവർക്ക് പ്രത്യേകമായിട്ട് നിയമങ്ങളുണ്ട്. പക്ഷേ 7 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ എന്താണ്, അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു കുറ്റമായിട്ട് പരിഗണിക്കാറില്ല, അവർക്ക് ശിക്ഷകളും ഉണ്ടാവാറില്ല. അപ്പോൾ അതാണ് ഈ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി, മിനിമം ഏജ് ഓഫ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദ മിനിമം ഏജ് ഓഫ് എ പേഴ്സൺ ക്യാൻ ബി ലേബിൾഡ് ആസ് ജുവനൈൽ. ജുവനൈൽ എന്ന് ലേബൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരാളെ ജുവനൈലായി കണക്കാക്കേണ്ടതിൻ്റെ മിനിമം ഏജ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ മിനിമം ഏജ് ഓഫ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? 7 ഇയേഴ്സ് ആണ്, 7 വയസ്സാണ്. അത് ഓരോ രാജ്യത്തിനനുസരിച്ചിട്ടും അതിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇന്ത്യയിൽ 7 to 18 ഇയേഴ്സ് ആണ് എന്ത് പറയുന്നത്, ജുവനൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ 7 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾ കുറ്റം ചെയ്താൽ അതിനെ കുറ്റമായിട്ട് കണക്കാക്കാറില്ല, അവർക്ക് ശിക്ഷയും വരുന്നില്ല. ഈ 7 ഇയേഴ്സിന് മുകളിലുള്ള 18 ഇയേഴ്സിന് താഴെയുള്ളവരെയാണ് എന്ത് പറയുന്നത്, ജുവനൈൽസ് ആയിട്ട് കണക്കാക്കുന്നത്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ട്രയൽസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ the minimum age of criminal responsibility, it varies from nation to nation. ഇത് ഓരോ രാജ്യത്തിനനുസരിച്ചും എന്തുണ്ട്, അതിന് വേരിയേഷൻസ് വരുന്നുണ്ട്. ഇന്ത്യയിൽ എന്താണ്, ഇറ്റ്സ് 7 ഇയേഴ്സ് ആണ്.
പക്ഷേ കാനഡയിൽ എന്താണ് 12 ഇയേഴ്സ് ആണ്. കാനഡയിൽ മിനിമം ഏജ് ഓഫ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി 12 ഇയേഴ്സ് ആണ്. ഇംഗ്ലണ്ടിൽ 10 ആണ്, പാകിസ്ഥാനിൽ 7 ആണ്, ശ്രീലങ്കയിൽ 8 ആണ്, പിന്നെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇറ്റലിയിൽ 14 ആണ്, ബെൽജിയത്തിൽ 18 ആണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തിനനുസരിച്ചിട്ടും എന്തുണ്ട്, ഈ ഒരു മിനിമം ഏജ് ഓഫ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റിയിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. ദെൻ the person is completely immune from any criminal liability. അതായത് ഈ ഒരു മിനിമം ഏജ് ഓഫ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ 7 ഇയേഴ്സിന് താഴെയുള്ളവർ, കാനഡയിലാണെങ്കിൽ 12 ഇയേഴ്സിന് താഴെയുള്ളവർ, ഇംഗ്ലണ്ടിലാണെങ്കിൽ 10 ഇയേഴ്സിന് താഴെയുള്ളവരൊക്കെ എന്താണ്, they are completely immune from any criminal liability. അവർക്ക് എന്തില്ല, എന്ത് കുറ്റം ചെയ്താലും ഈ ഒരു 7 ഇയേഴ്സിന് താഴെയുള്ളവരെയാണ് പറയുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും മിനിമം ഏജ് ഓഫ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റിക്ക് താഴെയുള്ള ആളുകൾ അവർ എന്ത് കുറ്റം ചെയ്താലും അവർക്ക് എന്തില്ല, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവുന്നില്ല. ദേ ആർ ഫ്രീ ഫ്രം എനി ക്രിമിനൽ ലയബിലിറ്റീസ്. ദെൻ നോക്കാം, പേഴ്സൺ ഈസ് കംപ്ലീറ്റ്ലി ഇമ്മ്യൂൺ ഫ്രം എനി ക്രിമിനൽ ലയബിലിറ്റി. അതായത് ഈ ഒരു മിനിമം ഏജ് ഓഫ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റിക്ക് താഴെയുള്ള ആളുകൾ, ഇന്ത്യയിലാണെങ്കിൽ 7 ഇയേഴ്സിന് താഴെയുള്ള ആളുകൾ, കാനഡയിലാണെങ്കിൽ 12 താഴെയുള്ളവർ, ഇംഗ്ലണ്ടിലാണെങ്കിൽ ബിലോ 10 ഇയേഴ്സ് ഒക്കെ എന്താണ്, ദേ ആർ കംപ്ലീറ്റ്ലി ഇമ്മ്യൂൺ ഫ്രം എനി ക്രിമിനൽ ലയബിലിറ്റീസ്. അവർ ഈ ക്രിമിനൽ ലയബിലിറ്റീസിൽ നിന്നും എന്താണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അവർക്ക് യാതൊരു വിധത്തിലുള്ള ക്രിമിനൽ ലയബിലിറ്റീസും ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാരണം എന്താണ്, ദേ ലാക്സ് സൈക്കോളജിക്കൽ മെച്യൂരിറ്റി. അവർക്ക് സൈക്കോളജിക്കൽ മെച്യൂരിറ്റി വന്നിട്ടില്ല. 7 ഇയേഴ്സിന് താഴെയുള്ളത് എന്നൊക്കെ പറയുമ്പോഴെന്താണ്, നമ്മളെ സംബന്ധിച്ച് ചെറിയ കുട്ടികളാണ് അല്ലേ. അപ്പോൾ അവർക്കൊരു സൈക്കോളജിക്കൽ മെച്യൂരിറ്റി വരുന്നില്ല. അവർക്ക് അറിയണില്ല അല്ലേ, എന്താണ് ഞാൻ ഈ ചെയ്യുന്ന തെറ്റിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന്. ദേ ആർ നോട്ട് അവെയർ ഓഫ് ദിസ് കോൺസിക്വൻസസ്. ആ ഒരു കോൺസിക്വൻസസിനെ കുറിച്ച് അവർ അവെയർനെസ് അവർക്കില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ദേ ആർ കംപ്ലീറ്റ്ലി ഇമ്മ്യൂൺ ഫ്രം എനി ക്രിമിനൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മിനിമം ഏജ് ഓഫ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ദെൻ ഇന്ത്യ അണ്ടർ 18 ജുവനൈൽസ്. അതായത് ഇന്ത്യയിൽ 18 വയസ്സിന് താഴെയുള്ളവരെയാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, ജുവനൈൽസ് ആയിട്ട് അറിയപ്പെടുന്നത്. സിംഗപ്പൂരിൽ എന്താണ് 16 ഇയേഴ്സ് ആണ്. യു എസ് എയിൽ ഓരോ സ്റ്റേറ്റിനനുസരിച്ചിട്ടും അതിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. പക്ഷേ 15നും 17നും ഇടയ്ക്കാണ് അവിടെ ഈ ഒരു ജുവനൈൽസിൻ്റെ ഏജ് ഗ്രൂപ്പായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു മിനിമം ഏജ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റിക്ക് ഓരോ നാഷൻസിലും വേരിയേഷൻസ് ഉള്ള പോലെ തന്നെ ജുവനൈൽസിൻ്റെ ഏജ് ഗ്രൂപ്പിലും എന്താണ്, ഓരോ നാഷൻസിലും അവരുടേതായിട്ടുള്ള വേരിയേഷൻസ് വരുന്നുണ്ട്. ദെൻ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015, 2015 ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, അതിലെന്താണ്, juveniles of age group between 16 to 18 are to be tried like an adult for heinous offenses. അതായത് 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 16നും 18നും ഇടയ്ക്ക് പ്രായമുള്ള ആ ഒരു പ്രായം, അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പ് നോട്ട് ചെയ്ത് വെക്കുക, 16നും 18നും ഇടയ്ക്ക് പ്രായമുള്ള ജുവനൈൽസ് അവർ ഹെയ്നസ് ആയിട്ടുള്ള, അതായത് അത്രയും നിഷ്ഠൂരമായിട്ടുള്ള ക്രിമിനൽ ഒഫൻസസ് ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരെ എന്തായിട്ട് കണക്കാക്കുന്നില്ല, ജുവനൈൽസ് ആയിട്ട് കണക്കാക്കുന്നില്ല. അവരെ ട്രയൽ ചെയ്യുന്നത് അഡൾട്ട്സിനെ പോലെയാണ്. ഒരു അഡൾട്ട്സിനെ എങ്ങനെയാണോ ട്രയൽ ചെയ്യുന്നത് അതുപോലെയായിരിക്കണം അവരെ ട്രയൽ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 പറയുന്നത്, ജുവനൈൽസ് ഓഫ് ഏജ് ഗ്രൂപ്പ് ബിറ്റ്വീൻ 16 to 18, 16നും 18നും ഇടയിൽ പ്രായമുള്ള ജുവനൈൽസ് അവർ എന്ത് കുറ്റകൃത്യം ചെയ്താലും ഹെയ്നസ് ഒഫൻസസ് ആണ്. ഹെയ്നസ് ഒഫൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും നിഷ്ഠൂരമായിട്ടുള്ള, അത്രയും ക്രൂരമായിട്ടുള്ള എന്തെങ്കിലും ഒഫൻസസ് ആണ് അവർ ചെയ്തിട്ടുള്ളതെങ്കിൽ ദേ ആർ നോട്ട് ട്രീറ്റഡ് ആസ് ജുവനൈൽസ്. അവർ ജുവനൈൽസ് എന്നുള്ള രീതിയിലല്ല അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. ദേ ആർ ട്രീറ്റഡ് ആസ് അഡൾട്ട്സ്. അവരെ അഡൾട്ട്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അവർക്ക് അത്തരത്തിലുള്ള പണിഷ്മെന്റ്സ് ആണ് നൽകേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്, ലീഗൽ പെർസ്പെക്റ്റീവ് ഓഫ് യൂത്തിൽ പറയുന്നത്. ലീഗൽ പെർസ്പെക്റ്റീവ് ഓഫ് യൂത്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ ജുവനൈൽസ് ആണ് എന്തിനെ പറയുന്നത്, യൂത്ത്. ജുവനൈൽസ് എന്നുള്ള വേർഡാണ് യൂത്തിനെ കുറിച്ച് പറയുന്നത്. ഓരോ രാജ്യത്തിലും എന്താണ് ഈ ജുവനൈൽസിൻ്റെ ഏജ് ഗ്രൂപ്പിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. ദെൻ മിനിമം ഏജ് ഓഫ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി, അതെന്താണ്, ആ ഒരു മിനിമം ഏജ് ആണ്. ആ ഒരു ഏജിന് താഴെയുള്ള കുട്ടികൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ദേ ആർ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം
ക്രിമിനൽ ലയബിലിറ്റീസിൽ നിന്നും അവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീഡം ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ജുവനൈൽസിൻ്റെ ഏജ് ഗ്രൂപ്പ് പറയുന്നുണ്ട്. ജുവനൈൽസിൻ്റെ ഏജ് ഗ്രൂപ്പ് ഇന്ത്യയിൽ 18 ആണ്. മിനിമം ഏജ് ഫോർ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഇന്ത്യയിൽ 7 ആണ്. അപ്പോൾ 7 to 18 ഇയേഴ്സ് ആണ് ഇന്ത്യയിൽ എന്തായിട്ട് കണക്കാക്കുന്നത്, ജുവനൈൽസ് ആയിട്ട് കണക്കാക്കുന്നത്. ദെൻ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പറഞ്ഞു 2015. അതിൽ 16 to 18 ഇയേഴ്സിലുള്ള ജുവനൈൽസ് ഹെയ്നസ് ഒഫൻസസ് ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്താണ്, ദേ ഷുഡ് ബി ട്രീറ്റഡ് ആസ് അഡൾട്ട്സ്. അവരെ അഡൾട്ട്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഐഡൻറ്റിറ്റി ഓഫ് യൂത്തിൻ്റെ ഐഡൻറ്റിറ്റി. ഈ ചാപ്റ്ററിലെ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഈ ഒരു ഐഡൻറ്റിറ്റി ഓഫ് യൂത്ത്. ഫസ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ദി ഡെഫിനിഷൻ ഓഫ് ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റിയുടെ ഡെഫിനിഷൻ ആണ് ആദ്യം പഠിക്കേണ്ടത്. നോക്കുക, ഐഡൻറ്റിറ്റി എ സെൻസ് ഓഫ് ഹൂ ആൻ ഇൻഡിവിജ്വൽ ഈസ്. അതായത് ഒരാൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. എ സെൻസ് ഓഫ് ഹൂ ആൻ ഇൻഡിവിജ്വൽ ഈസ്. ഒരു ഇൻഡിവിജ്വൽ, ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അയാൾ ആരാണ് എന്നുള്ളത് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റിയിൽ തന്നെ മറ്റൊരു ഡെഫിനിഷൻ, അതായത് സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, സെൻസ് ഓഫ് ഹൂ ഐ ആം ആൻഡ് ഹൗ ഐ ആം ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. അതായത് ഞാൻ ആരാണ്, ഞാൻ മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ ഡിഫറെൻ്റ് ആണ് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റിയുടെ ഡെഫിനിഷനുമുണ്ട്, സെൽഫ് ഐഡൻറ്റിറ്റിയുടെ ഡെഫിനേഷനുമുണ്ട്. എന്താണ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ, എ സെൻസ് ഓഫ് ഹൂ ആൻ ഇൻഡിവിജ്വൽ ഈസ്. ഒരു ഇൻഡിവിജ്വൽ ആരാണ് എന്നുള്ളതാണ് എന്ത്, ഐഡൻറ്റിറ്റി. സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എ സെൻസ് ഓഫ് ഹൂ ഐ ആം ആൻഡ് ഹൗ ഐ ആം ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഞാൻ ആരാണ്, ഞാൻ മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ ഡിഫറെൻ്റ് ആണ് എന്നുള്ളതിനെ മനസ്സിലാക്കുന്നതാണ് എന്ത്, സെൽഫ് ഐഡൻറ്റിറ്റി. ദെൻ നെക്സ്റ്റ് തിയറീസ് ഓഫ് ഐഡൻറ്റിറ്റി. ഇതിൽ ഐഡൻറ്റിറ്റിയിലെ 2 തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറികളാണ്, എറിക്സൻ്റെ തിയറിയും അതുപോലെ തന്നെ ജെയിംസ് മാർഷിയുടെ തിയറിയും. അപ്പോൾ ഫസ്റ്റ് എറിക്സൻ്റെ തിയറി നോക്കാം. എന്താണ് എറിക്സൺസ് തിയറി ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്? എറിക്സൺ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് എന്താണ് തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്? Identity develops through the interaction between psychological, social, historical and developmental factors. അതായത് ഒരാളുടെ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്തിലൂടെയൊക്കെയാണ്, അയാളുടെ സൈക്കോളജിക്കൽ, അതുപോലെ തന്നെ സോഷ്യൽ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ഫാക്ടേഴ്സുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസിലൂടെയാണ് ഒരാളുടെ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഒരാളുടെ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് അയാളുടെ സോഷ്യൽ, സൈക്കോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻസിൻ്റെ ഡെവലപ്മെൻറ്റിലൂടെയാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഒരാളുടെ ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഐഡൻറ്റിറ്റി, യൂത്ത് ആൻഡ് ക്രൈസിസ്. അതിൽ അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ട്, ഐഡൻറ്റിറ്റി ഫോർമേഷനെ കുറിച്ചിട്ടാണ് എറിക്സൺ പറഞ്ഞിട്ടുള്ളത്. ആ ബുക്ക് ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്ത് വയ്ക്കുക. ഐഡൻറ്റിറ്റി, യൂത്ത് ആൻഡ് ക്രൈസിസ് എറിക്സൻ്റെ ബുക്കാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, ഐഡൻറ്റിറ്റി ഫോർമേഷനെ കുറിച്ചിട്ടുള്ള തിയറീസാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എറിക്സൺ പറയുന്നത് ദർ ആർ 8 സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ. അതായത് ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ്, ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഡെവലപ്മെൻറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ പ്രോസസ് ഫ്രം വൂംബ് ടു ടോംബ്. അതായത് ഗർഭപാത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഒരാളുടെ ടോംബ് എന്ന് പറയുമ്പോൾ എന്താണ്, അയാളുടെ മരണം വരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, നെക്സ്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത്, എറിക്സൺ പറയുന്നത് എന്താണ്, ദർ ആർ 8 സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ എന്തുണ്ട്, 8 സ്റ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ 8 സ്റ്റേജസ് നമുക്ക് പഠിക്കാനില്ല. 5th and 6th 5ഉം 6ഉം സ്റ്റേജസ് ആണ് നമ്മൾ പഠിക്കുന്നത്. കാരണം നമ്മൾ യൂത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ആ യൂത്തിൻ്റെ കാലഘട്ടത്തിൽ വരുന്നത് എന്താണ്, 5ാമത്തെയും 6ാമത്തെയും സ്റ്റേജസ് ആണ് വരുന്നത്. അപ്പോൾ അറ്റ് ഈച്ച് സ്റ്റേജ് ദർ ഇസ് എ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ടു ബി റിസോൾവ്. അപ്പോൾ ഈ 8 സ്റ്റേജസിലും എന്താണ്, ഓരോ ടാസ്കുകൾ, ആ ഒരു കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് 8 സ്റ്റേജസുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഓരോ 8 സ്റ്റേജസുകളിലും എന്താണ്, ഓരോ ഐഡൻറ്റിറ്റി ഡെവലപ്മെൻറ്റൽ ടാസ്കുകൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്.
അപ്പോൾ നോക്കാം, യൂത്ത് ഡെവലപ്മെന്റിൽ എന്താണ്, ഫിഫ്ത്തും സിക്സ്ത്തും സ്റ്റേജസ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഫിഫ്ത്ത് സ്റ്റേജ് ആണ് ഇത് ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ. സിക്സ്ത് സ്റ്റേജ് ആണ് ഇത് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. അപ്പോൾ ഫിഫ്ത്ത് സ്റ്റേജ് എന്താണ്, ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ. അതിലെന്താ നോക്കുക, ഡ്യൂറിങ് അഡോളസെന്റ് ഇയേഴ്സ്. ഈ ഒരു ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അഡോളസെന്റ് ഇയേഴ്സിലാണ്, അതായത് കൗമാര കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു ഫിഫ്ത്ത് സ്റ്റേജ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതായത് ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു അഡോളസെൻസ് എന്ന് പറയുന്ന പീരീഡ് എന്താണ്, ഇറ്റ്സ് എ പീരീഡ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. ചൈൽഡ്ഹുഡിനും അഡൾട്ട്ഹുഡിനും ഇടയിലുള്ള ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡോളസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഒരു ഐഡന്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടാവും, ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകും. അതായത് കുട്ടികളുമല്ല മുതിർന്നവരുമല്ല, അപ്പം ഞാൻ ആരാണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ വരാൻ ഒരുപാട് സാധ്യതകളാണ്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഈ ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷനിൽ പറയുന്നത്. അത് ഏത് സമയത്താണ് നടക്കുന്നത്, അഡോളസെന്റ് ഇയേഴ്സിലാണ്. സ്ട്രഗിൾ ഫോർ ഫൈൻഡിങ് ആൻഡ് ഡിഫൈനിങ് വൺസ് ഐഡന്റിറ്റി. ഈ ഒരു പീരീഡിൽ എന്താണ്, ദ ഇൻഡിവിജ്വൽ ഈസ് സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ഹിസ് ഓൺ ഐഡന്റിറ്റി. ആ ഒരു പേഴ്സൺ, ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഹീസ് സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ഹിസ് ഓൺ ഐഡന്റിറ്റി. ഐഡന്റിറ്റി ഫൈൻഡ് ചെയ്യാൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡാണ് ഈ ഒരു ഫിഫ്ത്ത് സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു അഡോളസെൻസ് പീരീഡ് എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് സ്റ്റേജ് ഏതാണ്, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. അത് എപ്പോഴാണ് നടക്കുന്നത്, ഡ്യൂറിങ് ദ ഏർലി അഡൾട്ട്ഹുഡ് ഇയേഴ്സ്. അതായത് 20s-ലും 30s-ലും 20കളിലും 30ൻ്റെ ആ ഒരു തുടക്കത്തിലുമൊക്കെയാണ്. ഏർലി അഡൾട്ട്ഹുഡ് ഇയേഴ്സിലാണ്, അതായത് യൂത്തിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ സ്റ്റേജിലാണ് ഈ ഒരു സിക്സ്ത് സ്റ്റേജ് വരുന്നത്. ഫോമിങ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ്. അപ്പോൾ അവിടെ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്നത് ഏതാണ്, ഫോമിങ് ഇൻറ്റിമേറ്റ് റിലേഷൻസ് ആണ്. അതായത് മറ്റുള്ളവരുമായിട്ട് നല്ല ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻസ് ഫോം ചെയ്യുക. അതായത് ഈ ഒരു സ്റ്റേജിലാണ്, സിക്സ്ത് സ്റ്റേജിലാണ് ഓരോ ആളുകളും എന്താണ്, ഫാമിലി റിലേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് ഇൻറ്റിമേറ്റ് റിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡാണ് ഇത്, ഈ ഒരു സിക്സ്ത് പീരീഡ്, അതായത് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷനിൽ വരുന്നത്. അപ്പോൾ ഫിഫ്ത്ത് സ്റ്റേജും സിക്സ്ത് സ്റ്റേജുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ. ഇവിടുത്തെ ഡെവലപ്മെന്റൽ ടാസ്ക്, അതായത് 8 സ്റ്റേജസ് എറിക്സൺ പറയുന്നുണ്ട്. ആ 8 സ്റ്റേജിലും എന്തുണ്ട്, ഓരോ ഡെവലപ്മെന്റൽ ടാസ്കും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഫിഫ്ത്ത് സ്റ്റേജിലെ ഡെവലപ്മെന്റൽ ടാസ്ക് എന്താണ്, ഫൈൻഡിങ് ആൻഡ് ഡിഫൈനിങ് വൺസ് ഐഡന്റിറ്റി. ഒരാളുടെ ഐഡന്റിറ്റി ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്ത്ത് സ്റ്റേജിലെ ഡെവലപ്മെന്റൽ ടാസ്ക്. ഇത് അഡോളസെൻസ് പീരീഡിലാണ് നടക്കുന്നത്. സിക്സ്ത്തിലാണെങ്കിൽ എന്താണ്, ഫോമിങ് ഇൻറ്റിമേറ്റ് റിലേഷൻസ് ആണ്. ഇത് ഏർലി അഡൾട്ട്ഹുഡ് ഇയേഴ്സിലാണ് നടക്കുന്നത്. അപ്പോൾ 2 തിയറീസ് ആണ് അതിൽ. എറിക്സന്റെ തിയറിയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഐഡന്റിറ്റിയുടെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്, തിയറീസ്, എറിക്സന്റെ തിയറി അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഇത്, ഐഡന്റിറ്റി, യൂത്ത് ആൻഡ് ക്രൈസിസ്. അതിൽ അദ്ദേഹം ഐഡന്റിറ്റി ഫോർമേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഡെവലപ്മെന്റൽ പ്രോസസ്സിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്, 8 സ്റ്റേജുകളുണ്ട്. ഓരോ സ്റ്റേജിലും ഡെവലപ്മെന്റൽ ടാസ്കുകളുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്, ഫിഫ്ത്തും സിക്സ്ത്തും മാത്രമാണ് ഉള്ളൂ.